ജിജേട്ടാ നാളേക്കുള്ള പാൽ ഓർഡർ ചെയ്യണ്ടേ? പാലാ വാങ്ങിച്ചിട്ടില്ലേ? ഇല്ല. എന്നാ മിൽക്ക് ബാസ്ക്കറ്റിൽ കൊടുക്ക്. മിൽക്ക് ബാസ്ക്കറ്റിൽ എന്തെങ്കിലും ഓഫർ ഉണ്ടാവോ? മിൽക്ക് ബാസ്ക്കറ്റില് ഓഫറുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും മിൽക്ക് ബാസ്ക്കറ്റ് യൂസ് ചെയ്യാത്തവരുണ്ട് കേട്ടോ, കൂപ്പൺ വെക്കിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് ഈ മിൽക്ക് ബാസ്ക്കറ്റിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മിൽക്ക് ബാസ്ക്കറ്റ് അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് മിൽക്ക് ബാസ്ക്കറ്റ് ഡൗൺലോഡ് ചെയ്യാതെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. മിൽക്ക് ബാസ്ക്കറ്റ് അടിക്കുക, അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാതെ കണ്ടോ മിൽക്ക് ബാസ്ക്കറ്റ്. ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനത് മിൽക്ക് ബാസ്ക്കറ്റ് നമുക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, ഓപ്പൺ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2-3 മാസമായി. ആ സമയത്ത് ഇവരൊരു ഓഫർ കൊടുത്തിരുന്നു. ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30 ദിവസത്തെ മിൽക്ക് ഫ്രീ ആണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുക, നമ്മൾ വാലറ്റിൽ പൈസ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു 50 റുപ്പീസിനുള്ള മിൽക്ക് അല്ലെങ്കിൽ ഒരു 2 മിൽക്ക് പാക്കറ്റ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 52 രൂപയായി. അതിൽ 30 രൂപ ഇവർ റെഡ്യൂസ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ 2 പാക്കറ്റ് മിൽക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ മിൽക്ക് മേയുടെ 2 പാക്കറ്റ് മിൽക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 52 രൂപ എന്നുള്ളതിന് പകരം നമുക്ക് വെറും 22 രൂപ കൊടുത്താൽ മതി. 30 റുപ്പീസ് അവർ ഡെയിലി ഡിഡക്റ്റ് അവരുടെ വക ഒരു ഓഫർ എന്നുള്ള രീതിയിൽ ചെയ്തു തരും. അതായത് ഒരു പാക്കറ്റ് പാല് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പോലെ. കറക്റ്റ് ഒരു പാക്കറ്റ് വില 30 രൂപയാണ് അവർ തരുന്നത്. അപ്പോൾ അതൊരു നമ്മൾ സബ്സ്ക്രിപ്ഷൻ മോഡലിൽ ഇടണം, എന്നാൽ മാത്രമാണ് നമുക്ക് അത് ലഭിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു പ്രാവശ്യം ഓർഡർ ചെയ്ത് പിന്നെ പിറ്റേ പ്രാവശ്യം വീണ്ടും നമ്മൾ ഓർഡർ ചെയ്യാൻ അങ്ങനെ പറ്റില്ല. അപ്പോൾ നമ്മൾ സബ്സ്ക്രിപ്ഷൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരു വീക്കിൽ നമുക്കിപ്പോൾ ഇന്ന് പാല് വേണം, എല്ലാ ദിവസവും ഓരോരോ പാക്കറ്റ് പാലാണ് വേണ്ടത് എന്ന് വെച്ചെങ്കിൽ അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് വെക്കുക. ഇല്ല നമുക്ക് ഇന്ന് ഒരു പാല് മതി, 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത പാല് മതി വെച്ചെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് സബ്സ്ക്രിപ്ഷൻ മോഡൽ. അപ്പോൾ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത് എനേബിൾ ആവുക. നമുക്ക് വേണമെങ്കിലും ഡിസേബിൾ ചെയ്യാം. ഇന്ന് എനിക്ക് ഒരു ദിവസം വേണ്ടാന്നുണ്ടെങ്കിൽ അതിന്റെ തലേ ദിവസം അത് ഓഫ് ചെയ്തിട്ടാൽ മതി. പോസ് ചെയ്ത് വെക്കുകയും ചെയ്യും. പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചാൽ മാത്രമാണ് ആ ഒരു ഓഫർ കിട്ടുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഡെലിവറി ചാർജ് ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഈ ഒരു ഓഫറും ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വെറുതെ ഒരു പാക്കറ്റ് പാല് കിട്ടുന്ന പോലെ ആയിരുന്ന സമയത്താണ് ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഓഫർ ഇല്ല. ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്യണവർക്കും ഓഫർ ഉണ്ട്. ഇപ്പൊ എത്രയോ 7 ദിവസത്തിനായിട്ട് റെഡ്യൂസ് ചെയ്ത് തോന്നുന്നു. പക്ഷെ എന്നാലും ഓഫർ ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്. ഞാൻ നോക്കിയപ്പോഴും ഓഫർ അതുപോലെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രീ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രീ മെമ്പർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവരുടെ പെയ്ഡ് മെമ്പർഷിപ്പാണ്. പക്ഷേ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു 90 ഡേയ്സിന് ഫ്രീ മെമ്പർഷിപ്പാണ്. അതായത് ഡെലിവറി ചാർജ് ഇല്ല അവർക്ക് കൊണ്ടുവന്ന് തരുന്നത്. അതായത് പാല് മാത്രമല്ല, അവരുടെ ബാക്കിയുള്ള വെജിറ്റബിൾസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ വെജിറ്റബിൾസും കാര്യങ്ങളും, ദോശ ബാറ്റർ, അത് ഇത് സാധാരണ നിങ്ങൾ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്യുന്ന പോകുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇന്ന് ഓർഡർ ചെയ്യുന്ന സംഭവങ്ങൾ നാളെയാണ് ഡെലിവറി ആകുള്ളൂ എന്നുള്ളത് മാത്രമേ. അത് രാവിലെ 7 മണിക്ക് ഡെലിവറി ചെയ്യും. അത് നല്ല പാക്കേജ് ഒക്കെ ആയിട്ട് നന്നായി പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ അവര് ഡെലിവറി ചെയ്യുന്നത്. ഇൻസ്റ്റാമാർട്ടിൽ കിട്ടുന്ന പോലത്തെ എല്ലാ ഒരുവിധ സംഭവങ്ങളും, ഹൗസ് ഹോൾഡ് ഐറ്റംസും എല്ലാതും ഇതിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് നോക്കി, യൂസ് ചെയ്ത് നോക്കി, ഒരു കുഴപ്പമില്ല. പിന്നെ ഇതുപോലെ ഫ്ലാഷ് ഡീൽ കണ്ടോ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിലത്തെ ഏത് പ്രൊഡക്റ്റ് നമുക്ക് ഈ 9 റുപ്പീസിന് ഡെലിവർ ആവും. അപ്പോൾ അതും ഇതും ഞാൻ ടെസ്റ്റ് ചെയ്തു, ഇതും വർക്കിംഗ് ആണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം ദോശ ബാറ്റർ ആഡ് ചെയ്തു. 9 രൂപയ്ക്കാണ് കിട്ടുന്നത്. നമ്മുടെ ഐഡി ബാറ്റർ ആണ്. 70 രൂപയ്ക്ക് ഇല്ലേ ഇപ്പൊ ശരിക്കും MRP? 80 രൂപയുണ്ട്. 80 രൂപയുടെ സാധനമാണ് 9 രൂപയ്ക്ക് കിട്ടുന്നത്. ഇപ്പൊ നമുക്കിപ്പോ ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഓഫർ ഉണ്ട് എന്നുള്ളത്. അതിപ്പോ 2 പാക്കറ്റ് പാല് എനിക്കിപ്പോ നാളെ വേണം. അപ്പൊ ഞാൻ 2 പാക്കറ്റ് പാല് ഇതുപോലെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 റുപ്പീസിന് ഞാൻ ഒരു പാല് ആഡ് ചെയ്തുകൊണ്ടാണ് സർപ്രൈസ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ തന്നത്. 1 രൂപയ്ക്ക് ഈ സാധനമുള്ള ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് 2 പാല് ഓർഡർ ചെയ്തപ്പിക്കും നമുക്കൊരു ഓഫർ തരികയാണ് കേട്ടോ അവര്. ഇതിലത്തെ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 1 രൂപയ്ക്ക് പൊട്ടറ്റോ, ടിഷ്യൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, പൊട്ടറ്റോ എന്നൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓഫർ പ്രൊഡക്റ്റ്. എനിക്ക് വേണമെങ്കിൽ നാളേക്ക് എന്താ ഷുഗർ വേണം, ഷുഗർ ഇരുന്നോട്ടെ. അപ്പോൾ ഇതുപോലെ ആഡ് ചെയ്തിടാം. അപ്പോൾ ഇത് ഇടയ്ക്ക് കിട്ടുന്ന ഓഫറാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ ഡിസ്കൗണ്ട് വന്നിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഇതിലത്തെ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് നാളെ 2 പാക്കറ്റ് പാല് വേണം. അപ്പോൾ അത് 2 പാക്കറ്റ് പാല് ആഡ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഒരു ദോശ ബാറ്റർ ആഡ് ചെയ്തു നാളേക്ക്. എന്നിട്ട് നമ്മൾ നമ്മുടെ ബാസ്ക്കറ്റിൽ പോയി നോക്കാം. ഉണ്ടോ, ബാസ്ക്കറ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ 2 പാക്കറ്റ് പാല് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബിൽ ഡീറ്റെയിൽസ് ഇടുന്നുണ്ടോ, 62 രൂപ.
അതായത് നമ്മളിപ്പോൾ ആ 1 രൂപയുടെയും ഒരു ഷുഗർ പാക്കറ്റും ആഡ് ചെയ്തു, ഐഡി മാവും ആഡ് ചെയ്തു. അതായത് 80 രൂപയുടെ ID ബാറ്റർ, അതുപോലെ തന്നെ 1 കിലോ ഷുഗർ, പിന്നെ 2 പാക്കറ്റ് പാലുമാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അത്രയും സാധനങ്ങൾക്ക് ബിൽ എമൗണ്ട് വന്നത് 65 രൂപയാണ്. ഇപ്പോൾ ഡയറക്റ്റ് നമ്മുടെ ബാസ്ക്കറ്റിൽ ആഡ് ചെയ്തിട്ടാൽ മതി, ഇതിന് സെപ്പറേറ്റ് ചെക്കൗട്ട് ചെയ്യൊന്നും വേണ്ട. 62 രൂപ. ഓക്കെ. പിന്നെ ഇതിപ്പോ പാല് എങ്ങനെയാ, ഇന്ന് വന്നു നാളെ വേണ്ട, അങ്ങനെയുള്ളത് എങ്ങനെ സെറ്റ് ചെയ്യാം? അത് നമുക്കിവിടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഇതിവിടെ നമുക്ക് കണ്ടോ, റെസ്റ്റ് ഓഫ് ദ മന്ത് നമ്മുടെ ഓർഡേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. നമുക്കിവിടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ്, സബ്സ്ക്രിപ്ഷൻ ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. കണ്ടോ, സബ്സ്ക്രൈബ് നൗ. ആ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബ് നൗ എന്നിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സബ്സ്ക്രൈബ് നൗ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ചോദിക്കും ഡെയിലി വേണോ, വീക്ക്ലി വേണോ, എത്ര ക്വാണ്ടിറ്റി വേണം, എന്ന് മുതലാണ് അത് തുടങ്ങേണ്ടത്, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വേണോ. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ടും കൊടുക്കാം, ഏതൊക്കെ ഒരാഴ്ചത്തെ ഏതൊക്കെ ദിവസം വേണം എന്നുള്ളത് കണ്ടോ. അപ്പോൾ വീക്ക്ലി കൊടുത്തു കഴിഞ്ഞാൽ ഏത് ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് വീക്ക്ലി വേണ്ടത്. നമുക്ക് ട്യൂസ്ഡേ വേണം, തേഴ്സ്ഡേ വേണം, സാറ്റർഡേ വേണം, സൺഡേ വേണം, നമുക്ക് കണ്ടോ സെലക്ട് ചെയ്തത്. അപ്പോൾ ട്യൂസ്ഡേത്തെ ക്വാണ്ടിറ്റി, സാറ്റർഡേ എത്ര വേണ്ട ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ആ ഐറ്റം സബ്സ്ക്രൈബായി. പിന്നെ നമുക്ക് അതനുസരിച്ച് സബ്സ്ക്രൈബ് നൗ അടിച്ചു. ഓക്കെ, ഇപ്പോൾ ഞാൻ സബ്സ്ക്രിപ്ഷൻ ഈ സെറ്റ്. ഓക്കെ, ഇനി നമ്മുടെ ബാസ്ക്കറ്റിൽ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ഓഫ് ദ മന്തിൽ നമുക്ക് കിടക്കുന്നത് കാണിക്കും. ഇപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ നാളേക്കുള്ള ഓർഡേഴ്സാണ്. റെസ്റ്റ് ഓഫ് ദ മന്തിൽ അവർ കാണിക്കും മിൽക്ക് പാക്കറ്റ് ഐറ്റം സബ്സ്ക്രൈബ്ഡ്. കണ്ടോ, ഇനി അടുത്ത ഡെലിവറി അടുത്ത മാസമല്ല, അടുത്ത ഡെലിവറി ഏതാണ്, 30th സെപ്റ്റംബറിന് എനിക്ക് ഡെലിവറി ഉണ്ട്. 30th സെപ്റ്റംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂസ്ഡേ ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ട്യൂസ്ഡേത്തെ ഡെലിവറി കാണിക്കും. അതുപോലെ ആ ട്യൂസ്ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡെലിവറി എന്നുള്ളത് സാറ്റർഡേ കാണിക്കും. അങ്ങനെ സബ്സ്ക്രിപ്ഷൻ ഓപ്ഷനും ഉണ്ട് സംഭവം. പിന്നെ അതുപോലെ തന്നെ ഇവർ ഈ ടോപ്പ് അപ്പ് ചെയ്യുമ്പോഴും ഇതുപോലെ കുറച്ച് ഓഫേഴ്സൊക്കെ തരും ഇവർ. നമ്മൾ പൈസ ആഡ് ചെയ്യുമ്പോഴും ക്യാഷ് ബാക്ക് ഉണ്ടോ, 100 rupees ക്യാഷ് ബാക്ക്. അതുപോലെ എനിക്കിപ്പോൾ ഞാൻ ക്യാഷ് ബാക്ക് ഒരു 200 rupees ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കണ്ടോ. ടോപ്പ് അപ്പ് ഓഫർ, സേവിങ്സ് ക്രെഡിറ്റ് ടു യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 200 rupees ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഡെലിവറി ചാർജ് ഇല്ല. അതുകൊണ്ടാണ് ഇത് വളരെയധികം യൂസ്ഫുൾ. കണ്ടോ, ഫ്രീ മെമ്പർഷിപ്പ് ആക്റ്റീവ് ഫോർ 28 days more, എൻജോയ് ഫ്രീ ഡെലിവറീസ് വിത്ത് മെമ്പർഷിപ്പ്. അതായത് എനിക്ക് 28 ദിവസം കൂടി യൂസ് ചെയ്യാം മെമ്പർഷിപ്പ് ഫീ ഇല്ലാതെ. മെമ്പർഷിപ്പ് ഫീ കൊടുത്തിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതല്ല ഞാൻ ഇവിടെ പറയുന്നത്. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കുറേ ഓഫേഴ്സ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ആയി പോകും. എനിക്ക് എന്തായാലും അത് വെറുതായിട്ട് തോന്നി. ഒരു 90 days ആയിട്ട് ഇപ്പോൾ എൻ്റെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട്, മെമ്പർഷിപ്പ് തുടങ്ങിയിട്ട്, ഇനി ഫ്രീ മെമ്പർഷിപ്പ് കഴിഞ്ഞാൽ വേണോ വേണ്ടേ എന്നുള്ളത് അപ്പോൾ നോക്കാം, എന്തെങ്കിലും ഓഫേഴ്സ് അവർ തരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട്. പക്ഷെ എന്തായാലും പാല് എപ്പോഴും മറക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലതാ, കൂപ്പൺ വെക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട. ഭയങ്കര ഇത് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഒരു കാര്യം കൂടി, ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. പക്ഷെ ഞാൻ ഇതുപോലെ മുമ്പ് യൂട്യൂബ് ചാനൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, വേറെ സംഭവങ്ങളുടെ ആപ്പിൻ്റെ ഒക്കെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങളുടെ റിവ്യൂ ആണ് ഇടുന്നത്. അല്ലാതെ ഇവരൊന്നും പൈസ തന്നിട്ടല്ല ഞാൻ ഇതുപോലുള്ള എക്സ്പ്ലനേഷൻ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ തലേദിവസം ഓർഡർ ചെയ്ത സാധനങ്ങൾ ഇതാ പിറ്റത്തെ ദിവസം തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇന്ന് 5:30 മണിക്കാണ് ഡെലിവറി ചെയ്തിരിക്കുന്നത്. 5 മണിയുടെയും 7 മണിയുടെയും ഇടയിൽ ഇവർ സാധനങ്ങൾ കൊണ്ടുവരും കേട്ടോ. നല്ല നീല പാക്കറ്റിൽ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാത്തവർ യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ.